ഗായ്സ് നമസ്കാരം എല്ലാവർക്കും. ഞങ്ങളിപ്പോൾ ആംസ്റ്റർഡാമിലാണ്. ഞങ്ങൾ മീൻസ് ഞാനും ബൽക്കി കേട്ടോ. വീട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വേൾഡ് റൈഡിലുള്ളത്. ഞങ്ങളുടെ ഗോൾഡ് വിങ്ങിൽ ഞങ്ങളിങ്ങനെ യൂറോപ്പ് മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കലാണ്. കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ആംസ്റ്റർഡാമിലെ സ്വാൻസ് ആണ് കാണിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഞാനും നമ്മുടെ നിവിൻ ബ്രോയും അതുപോലെ തന്നെ ബൽക്കിയും 3 പേരും കൂടി നമ്മൾ പോണത് ആംസ്റ്റർഡാം സെൻട്രലിലേക്കാണ്. ഞാൻ ഒരുപാട് തവണ പോയ സ്ഥലമാണ്, പുള്ളിയും ഒരുപാട് തവണ പോയതാണ്. ഇത്തവണ ഞങ്ങൾ രണ്ടുപേരും പോണത് ബൽക്കിക്ക് വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ബൽക്കി ആക്ച്വലി കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡ് ഇവിടുത്തെ കളറായിരുന്നു. ഈ എപ്പിസോഡിലെ കളറൊക്കെ മാറ്റിയിട്ടുണ്ട് ഡ്രസ്സിന്റെ. എന്താ പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പം പലവണ പോയിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, നല്ല അടിപൊളി പ്ലേസ് ആണ്. ഇവിടെ ഗേൾഫ്രണ്ട് എവിടെ? ഇപ്പൊ റഷ്യ പോയൊക്കെയാണ്, പഠിക്കാൻ വേണ്ടി പോയേക്കാണ്. കഴിഞ്ഞ തവണ എന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. ഞാൻ ആംസ്റ്റർഡാമില് വരാനുള്ള മെയിൻ കാരണം തന്നെ പുള്ളിയാണ്. ഞങ്ങൾ ആക്ച്വലി ഫ്രാൻസിൽ നിന്ന് നേരെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അവിടുന്ന് അടുത്താണ്. അപ്പോൾ എന്താണ് പുള്ളി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പം എപ്പോഴും നമ്മൾ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആംസ്റ്റർഡാം എന്നൊരു ഡെസ്റ്റിനേഷനിൽ വരാനുള്ള മെയിൻ കാര്യം തന്നെ പുള്ളി ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ. വേറെ ഇവിടെ ഒരു റീസൺ ഇവിടെ ഇല്ല. സോ അങ്ങനെ ബൽക്കിക്ക് ആംസ്റ്റർഡാം കാണാൻ ഓപ്ഷൻ കിട്ടി. ഇപ്പം നമ്മൾ പോണത് ആംസ്റ്റർഡാം സെൻട്രലിൽ പോയിട്ട് അവിടെ ഒന്ന് കറങ്ങി പിടിച്ചു വരണം. സമയം ഇപ്പം ഇവിടുത്തെ 9:30 മണിയായിട്ടോ. 9:30 മണിയായി. ഓക്കെ, ഇതൊരു പാർക്കിംഗ് യാർഡാണ് ആംസ്റ്റർഡാമിൽ. നമ്മൾ മുകളിലേക്കൂടെ നടന്നു കളിക്കുന്നതിന് അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് കേട്ടോ. ഇവിടെ നമുക്ക് സ്ട്രീറ്റിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും കൂടി അവർ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് അവിടെ മരങ്ങളൊക്കെ നടുകട്ടെ. ഇവർ മെയിനായിട്ട് ഗ്രീനറി നോക്കുന്നത്. സൈക്കിള്, ഗ്രീനറി, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ടാർഗറ്റ്. പൊല്യൂഷൻ മാക്സിമം 0 എത്തിക്കും, അതാണ് ഇവർ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ നിലയാണ്, അണ്ടർഗ്രൗണ്ടിൽ രണ്ടാമത്തെ നിലയാണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ആംസ്റ്റർഡാമിൽ ആൾക്കാർ കാറുകൾ ഉപയോഗിക്കൽ കുറവാട്ടോ. എന്താ വലിയ ടയർഡാ? എന്താ പറ്റത്? ജാക്കറ്റ് ഇട്ടോ. എൻ്റെ ആരാധന ഇപ്പം ഇളവുമല്ലോ. എനിക്ക് സുഖമില്ലെന്ന് പറയുമ്പോഴേക്ക് ജാക്കറ്റ് ഇട്ടോ നല്ലതാണ്. ഇപ്പോൾ ഓർത്ത് ഈ ലിഫ്റ്റ് കണ്ടോ, -5 വരെ ഉണ്ടോ. 5ാമത്തെ നില വരെ താഴോട്ടേക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് -3ലാണ്. -3C ഇപ്പം നമ്മൾ വണ്ടി വെച്ചിട്ടത്. അപ്പോൾ നമ്മൾ മുകളിലേക്കാണ് പോണത്. എനിക്ക് നടക്കാൻ പറ്റുമോ? ഉറക്കത്തിലുള്ളൂ കേട്ടോ ഇവിടെ മൊത്തത്തിൽ. നമ്മളിപ്പോൾ മുകളിലേക്ക് എത്തി. ഓക്കെ, ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ ആകെ ഉള്ളത് മെട്രോ സ്റ്റേഷൻ പോകാനുള്ള ലൈനുണ്ട്. അതുപോലെ തന്നെ ബൈക്കിൻ്റെയും സൈക്കിളിൻ്റെയും ട്രാക്ക് ഉണ്ട്. ഇതിലേക്കൂടെ എല്ലാ വണ്ടികളും ആലോചിച്ചിട്ട് ഇവർ. ഇത് സൈക്കിൾ ട്രാക്കാണ്, ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 5 വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. കാറ് തീരെ ഉണ്ടാവില്ല, ഫുള്ളും സൈക്കിളും അതുപോലെ തന്നെ ബൈക്കും ആയിരിക്കും. സംഭവം ഈരിടാവുന്നതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സീറ്റിലേക്ക് നടന്നുകൊടുക്കലാണ്. നല്ല കഞ്ചാവിനമാണ് അവിടെ ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. ഇത് വൈഫറിൻ്റെ ഷോപ്പാണ്, നമ്മൾ കഴിച്ചിരുന്നു. ഓക്കെ, ഇവിടില്ലേ ഒരുപാട് പബ്ബുകളൊക്കെ ഇവിടെ ഉണ്ട്. പബ്ബുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാരൊക്കെ പുറത്തിങ്ങനെ വലിച്ചിട്ടും ഒക്കെ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ അങ്ങനെ നാട്ടിലത്തെ പോലെ കള്ളുപിടിച്ച് റോഡിൽ കിടക്കുന്ന ടീംസിനെ കാണാൻ പറ്റില്ല. ഇപ്പം അതൊക്കെ കുറഞ്ഞിട്ടോ. രൂപം വന്ന ശേഷം അതൊക്കെ കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ മലക്കിയുടെ ജാക്കറ്റ്, മലക്കിയുടെ സ്വന്തം ഫേവറേറ്റ് ജാക്കറ്റ്. പാവം യൂറോപ്പിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ലുലുമാളിൽ പോയിട്ട് എടുത്ത് ജാക്കറ്റ് ആട്ടോ. ഉച്ചപ്പണിയാ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്. റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലെ പെണ്ണുങ്ങളെ കണ്ടിരിക്കുന്നത് തോന്നി നമുക്ക് ആക്ച്വലി വീഡിയോ എല്ലാ സ്ഥലത്തും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എന്ത് തോന്നി? എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും. നമുക്കെന്താ പോയിട്ട് ചോദിച്ചാൽ എത്ര പൈസ ചോദിച്ചൊക്കെ പോയിട്ട് പോ. സൗമ്യ ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു നമ്മൾ വീഡിയോ എടുക്കില്ല അവരുടെ. നമ്മൾ അവർക്ക് റെസ്പെക്ട് ചെയ്യണം കേട്ടോ. അവരുടെ ജോലി അതാണ്. അപ്പം അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ വെറുതെ നമ്മൾ വീഡിയോ ഇട്ട് കാര്യമില്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 10 മണി ആവുക കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇരുടൊന്നും ആവുന്നില്ല, ലൈറ്റായി ഇരുട്ടാകുന്നുണ്ട്, തണുപ്പില്ല. ഇത് കണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഒരു ഫ്ലവർ ബോട്ട് കേട്ടോ. ഫ്ലവർ വെക്കുന്ന ബോട്ടല്ല, ആൾക്കാരെയും ടൂറിസ്റ്റും കൊണ്ടുപോകുന്ന ബോട്ടാണ്. അത് അവർ ഫ്ലവർ ആക്കിയിട്ട് എന്ത് ചെയ്യാന്ന് അലങ്കരിച്ചത് കേട്ടോ. അടിപൊളി. നമ്മുടെ ഇടയിങ്ങനെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് മുമ്പിൽ കാണാം അവിടെ ഒരാളിങ്ങനെ ട്രിപ്പീസ് കളിക്കുന്നുണ്ട് ഒരു ഫയറിനെ കൊണ്ട്. അപ്പം എന്താ പറയുക, നല്ലൊരു സ്ട്രീറ്റ് ടോക്കിങ്. സോ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ രാവിലെ സമയം 10:45. പക്ഷേ വണ്ടിയിൽ സമയം 9:20 PM ആണ്. ഏത് നട്ടത്തെ ടൈമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളിന്ന് പോണത്
ജർമ്മനിയിലേക്കാണ് നമുക്ക് ടോട്ടൽ നമുക്ക് 531 കിലോമീറ്റർ ഓടാനുണ്ട്. 6 മണിക്കൂർ കാണിക്കുന്നത്. പക്ഷേ 6 മണിക്കൂർ പോരാ, നമ്മൾ മിനിമം നമ്മൾ 8 മണിക്കൂർ എടുത്തെടുക്കും. കാരണം സ്പീഡ് കുറവാണ്. പ്ലസ് നമ്മൾ ബ്രേക്കൊക്കെ എടുത്ത് എല്ലാ 200 കിലോമീറ്റർ നമ്മൾ ഫ്യൂവലിന് വേണ്ടി ബ്രേക്ക് എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പോകുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. പോളെ വാ. So inshallah, see you next time. Bye. പുള്ളി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആംസ്റ്റർഡാമിലേക്ക് വരുന്നത്. അതിന് സത്യമാണ്. ഇവിടെ ആൾക്കാർ കഞ്ചാവ് അടിക്കുന്നതും അല്ലെങ്കിൽ മറ്റ് പല കുൽസിത പ്രവൃത്തികളൊക്കെ ആണെങ്കിൽ ഞാൻ ആംസ്റ്റർഡാമിൽ വരുന്നത് ബിവിൻ റോഡിലാണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്കിവിടെ വരുമ്പോൾ ഒരു ധൈര്യമാണ്. പുള്ളിയുടെ അടുത്ത് വരുക, സ്റ്റേ അടിക്കുക. ഓക്കെ, തേർഡ് എക്സിറ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് മാപ്പ്. നമ്മൾ പോകുന്നത് ജർമ്മനിയിൽ വായിക്കൊള്ളാത്ത പേരുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എങ്കിൽ എന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ആളെ ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, നമ്മുടെ സുദീപ് കേട്ടോ. സുദീപ് പുള്ളിയാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് നാളെ വണ്ടിയുടെ കുറച്ച് മെക്കാനിക്കൽ വർക്കുകൾ ചെയ്യാനുണ്ട്. അത് ഞാൻ തന്നെ ചെയ്യും. അപ്പം അവർക്ക് അവിടെ അറിയാം, പുള്ളി ബസ്സുമായി ബന്ധപ്പെട്ട ടീമാണ്. അപ്പോൾ അവിടെ ഗാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. സോ അവിടെ നിന്നാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത് കേട്ടോ. സോ എല്ലാവരും കീപ് ടൈറ്റ്. നമുക്കിന്ന് ജർമ്മൻ ഹൈവേസിലെ കാഴ്ച കാണാം. ഓക്കെ, എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പം നമ്മൾ ജർമ്മനി എത്തി കേട്ടോ. ജർമ്മൻ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ്. ഇവിടെ തലവേദനയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എന്നെക്കൊണ്ട് ഫുള്ള് ഓപ്പണാക്കിപ്പിച്ചിരുന്നവർ. അപ്പം അത് ഞാൻ വീഡിയോ കാണിച്ചിരുന്നു. പക്ഷേ അവർ അടിപൊളിയാണ്, നല്ല സ്വഭാവമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ കയറി നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇവരിവിടെ ചെക്കിങ് ആട്ടോ മൊത്തം. അതുപോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത പണിയാണ്. കാരണം എൻ്റെ മൊബൈൽ അന്ന് വീണ്ടും ഫുള്ള് പീസ് ആയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളിൽ വെള്ളം കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതൊരു പ്രശ്നമാണ്. രണ്ടാമത് ജാക്കറ്റ്. ഇപ്പോൾ ബൽക്കി ആണെങ്കിൽ എൻ്റെ ജാക്കറ്റിന് ഇന്നർ അല്ലാണ്ട് അവളെ ജാക്കറ്റല്ല ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു പ്രശ്നമാണ്. ഓക്കെ, അങ്ങനെ പോലീസിൻ്റെ പരിപാടി കഴിഞ്ഞു. ചെക്കിങ് ഇല്ല കേട്ടോ, ക്ലിയറായി കിട്ടി. വിടാം. വണ്ടി മൂവ് ആകുമ്പോൾ നമുക്ക് മഴ ഉള്ളു. കാരണം വെള്ളം ഇങ്ങനെ ഓപ്പോസിറ്റ് ഈ വിൻഷീൽഡൊക്കെ കവർ ചെയ്യും. പക്ഷെ നിർത്തിയിടുമ്പോഴാണ് കുഴപ്പം വരുന്നത്. കാരണം അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് മഴ വരുന്നത്. ഇപ്പം നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പം വിൻഷീൽഡ് തട്ടിയിട്ട് അവിടെ സ്റ്റോപ്പ് ആവും. ഇങ്ങനെ അങ്ങ് പൊക്കോളൂ മഴ, നമുക്ക് ബോഡിയിലേക്ക് എഫക്റ്റ് ആവില്ല. ബൽക്കേ നമ്മൾ ജർമ്മനി എത്തി. ജർമ്മനി. നീ ഇപ്പം അങ്ങനെ ഒഫീഷ്യലി ഇതിൻ്റെ അടുത്ത കൺട്രി ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തോ? ഇപ്പം അതാണല്ലോ പണി. ഏത് കൺട്രി പോയി കഴിഞ്ഞാൽ ഉടനെ ഇൻസ്റ്റാ പ്രൊഫൈലിൽ പോയി ഒരു ഫ്ലാഗ് അടിച്ചേറ്റിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തിയിട്ടുള്ളത്. ഓരോ കൺട്രിയിലും ഓരോ റൂൾസാണ്. ഇപ്പം ഫ്രാൻസിലൊക്കെയാണ് നമ്മൾ ആദ്യം പൈസ കൊടുക്കണം. നെതർലാൻഡ്സിൽ അടിച്ച് കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ മതി. ജർമ്മനിയിൽ എനിക്ക് തോന്നുന്നു അടിച്ച് കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ മതി തോന്നുന്നത്. അതൊന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ. ഫൾക്ക് ഫുൾ സൈഡായിട്ട് നിൽക്കുന്നുണ്ട്. അടിപൊളി ഗ്യാസ് സ്റ്റേഷനാണ്. നമ്മൾ അവിടെ നിന്ന് പെട്രോൾ ഫുൾ അടിച്ചു. ഇവിടെ നമുക്ക് കെസിനോൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇത് കാണിച്ചോന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ ഇവിടെ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഗേറ്റ് കണ്ടോ, അവിടെ നമ്മൾ €1 ഇടണം. €1 ഇട്ടതിന് ശേഷം മാത്രം നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ആക്സസ് ഉള്ളൂ കേട്ടോ. ഫ്രീ ഇല്ല. പല സ്ഥലങ്ങളിലും ഫ്രീ ആണ്, പല സ്ഥലങ്ങളിലും ഫ്രീ അല്ല. ഇവിടെ ഫ്രീ അല്ല കേട്ടോ. ഇവിടെ നമുക്ക് ഇരുന്നിട്ട് കഴിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു ഗ്യാസ് സ്റ്റേഷൻ. നമുക്ക് വന്ന് ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ മെല്ലെ പോകാൻ പറ്റും. ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ നാട്ടിൽ എൻ്റെയൊക്കെ ഒരു ഡ്രീമാണിത്, ഇങ്ങനെ ഒരു സംഭവം. ഹൈവേസിൽ നല്ല അടിപൊളി വൃത്തിയുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്യൂൾ സ്റ്റേഷൻസ്, അതുപോലെ തന്നെ ഈ ഫുഡെല്ലാം കഴിക്കാൻ നല്ല സ്ഥലങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിലില്ല, കുറവാണ്. എവിടെയോ ഇല്ലേ പ്രോപ്പറായിട്ട് ഞാനായിട്ടും കണ്ടിട്ടില്ല. ഒന്ന് നോക്കാം, ഭരണമൊക്കെ മാറി ഏതെങ്കിലും ഒരു കാലത്തെ നമുക്ക് ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ വരും നോക്കാം. ആദ്യം ഹൈവേൻ്റെ പണി തീരട്ടല്ലേ. ബൽക്കി ഇവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൽക്കിൻ്റെ കൈമേൽ ഒരു കുപ്പിയുണ്ട്. നിങ്ങൾ കണ്ടിട്ട് കുപ്പി, അത് കുടിക്കാനുള്ള വെള്ളമല്ല ഗൈസ്, അത് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉപയോഗിക്കേണ്ട വെള്ളമാണ്.
കാരണം ഇവിടെ വെള്ളമില്ലല്ലോ, ഇവിടെ ടിഷ്യൂ ആണ് എല്ലാ ടോയ്ലറ്റിലുള്ളത്. അപ്പോൾ നമ്മളിവിടെ നിസ്കാര കാര്യങ്ങൾക്കുള്ള ആൾക്കാരടക്കം അങ്ങനെ അതൊരു ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെപ്പോഴും കുപ്പിയെടുത്ത് നടക്കലാണ് പണി. എല്ലാ ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടെ കൈമിൽ കുപ്പി ഉണ്ടാവും. സോ ഞങ്ങളിപ്പം പുറത്ത് വന്നു, അവിടെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. കുപ്പി വെള്ളം കൊണ്ട് നോക്കാം. ഈ ഷൂ ഇല്ലേ, ഈ ഷൂവിൻ്റെ ഗ്യാപ്പിൽ എല്ലാം കൊണ്ടോ ഇത് നോക്കാം. പറ്റുന്നുണ്ട്. നല്ല ക്ലൈമറ്റാണ് ഇവിടെ, കണ്ടോ നല്ല ക്ലൈമറ്റാണ്. ഇങ്ങോട്ടേക്ക് ചൂടാണ് എന്ന് വെച്ചാൽ ആകാശമൊക്കെ നല്ല വെളുത്ത കളറാണ്. നേരെ മറിച്ച് ഇങ്ങോട്ടേക്കാണെങ്കിൽ നല്ല മഴക്കാറാണ്. നമ്മളിങ്ങനെ മഴയിൽ നനഞ്ഞിട്ടുണ്ടാവും. ഒന്ന് ചെറിയൊരു പെട്രോൾ സ്റ്റേഷനാണ്. ഇങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഐസ്ക്രീമൊക്കെ തന്നുന്നുണ്ട്. ഈ വീഡിയോ റയാൻ കാണുന്നെങ്കിൽ സൂപ്പറായിരിക്കും. അതാണ് കച്ചവട പാടിയുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ഉണ്ടോ, ഇതൊക്കെ ഫോറസ്റ്റാണ്. എന്നുവെച്ചാൽ വലിയൊരു ഫോറസ്റ്റ് നടുവിലൊക്കെ ഇങ്ങനെ വൈബ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നതൊക്കെ സിറ്റി മാത്രമേ കാണുന്നില്ല, പക്ഷേ എങ്കിൽ സിറ്റി അല്ല. ഇവിടെ ശരിക്കും നമുക്ക് വീടിന് പക്ഷിനൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും. കിരിയിരുന്നിട്ട്. പിന്നെ ആ ഒരു വിൻറ്റേജ് വണ്ടിയുണ്ട് അവിടെ, ഒരു ഫോക്സ് വാഗൻ്റെ. എന്ത് രസമാണല്ലോ, അവരത് വീടാക്കി മാറ്റിയിട്ടുള്ളൂ. ക്യാമ്പിങ്ങിന് പോകുന്ന ആൾക്കാരാണ്, പ്രായമായ ആൾക്കാരാണ്, യങ്സ്റ്റേഴ്സ് അല്ല. ഓക്കെ, വണ്ടി നോക്കി നിങ്ങൾ. ഇവിടെ ഒരുപാട് യൂറോപ്സിലൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റും. $150 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബ്രേക്ക് എടുത്തു. നേരത്തെ നമ്മൾ ഫ്യൂവലിൻ്റെ ബ്രേക്ക് ആണെങ്കിൽ ഇപ്പം നമ്മൾ ലഞ്ച് ബ്രേക്കാണ്. ഇതാണ് ആക്ച്വലി ലഞ്ച് ബ്രേക്ക് കേട്ടോ. അപ്പം ബർഗർ കിങ് ആണ്. മാക്ഡിയിൽ നമ്മൾ ബർഗേഴ്സ് വാങ്ങുമ്പോൾ നമുക്കൊരു 12 യൂറോനൊക്കെ നമുക്ക് 2 കിട്ടും. പക്ഷേ ബർഗർ കിങ് ഇരിക്കുന്നതിൽ നല്ല റേറ്റാണ്. കോംബോ പാക്ക് എടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 24 യൂറോനടുത്ത് റേറ്റായി. നാട്ടിലത്തെ ഒരു 3000 രൂപയുടെ അടുത്ത് കേട്ടോ. അതാണ് നമ്മുടെ ലഞ്ചിൻ്റെ. ആ 3000 നമുക്ക് ഏതെങ്കിലും നല്ല 5 സ്റ്റാർ തന്നുള്ളൂ. നാട്ടിൽ പോയിട്ട് അപ്പം ബൽക്കി സംഭവം പുറകെ ഇതിൻ്റെ കൂർക്കം വെച്ച് ഉറക്കായിരുന്നു. ഞാൻ ഇങ്ങനെ കേൾക്കുന്നു, കാറ്റും കൊണ്ടിട്ട് നല്ല പാട്ട് അടിപൊളി. അപ്പം പിന്നെ അതുപോലെ വേറെ പ്ലാൻ ബി ഉണ്ട്. നമ്മളിപ്പോൾ നേരെ പോവാതെ നമ്മൾ ഫ്രാങ്ക്ഫർട്ടിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. കാരണം വണ്ടിയുടെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറാറുണ്ട്. അപ്പം നമ്മൾ ഫ്രാങ്ക്ഫർട്ട് പോയിട്ട് അവിടെ നിന്നൊരു ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് മാത്രമേ സുജി ബ്രോൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയി. അപ്പം ഇവിടുന്ന് കുറച്ച് പണിയുണ്ട്, കുറച്ചും കൂടി ഓടാനുണ്ട് കേട്ടോ. ബ്രേക്ക് കഴിഞ്ഞു, നമ്മളിപ്പോൾ ഇറങ്ങി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളിനി ഫ്രാങ്ക്ഫർട്ടിൽ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞു അവിടെ ഓയിൽ വാങ്ങണം. ഓയിലും കാര്യങ്ങൾ വാങ്ങി ബേക്കിൽ ഓർഡർ ചെയ്യണത് ഫുള്ളാണ്. സ്പേസ് ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം കാലാവസ്ഥ ചൂടാണ്. ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഹീറ്റ് വേവ് വരുന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. പതുക്കെ വിടാം. പക്ഷെ ഭയങ്കര പീസ്ഫുൾ ഏരിയ, ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ കണ്ടോ, ട്രക്കുകൾക്കൊക്കെ നിർത്താൻ വേണ്ടി ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എത്ര ട്രക്കിന് വേണം നിർത്താം. കറക്റ്റായിട്ട് അവർ സോർട്ട് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ഫർട്ട് എത്തി. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് വഴി പോയിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ഫ്രാങ്ക്ഫർട്ട് സിറ്റിയിലേക്ക് ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. ഇപ്പം ബൈ റോഡാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് ഇവിടുന്ന് 3.8 കിലോമീറ്ററാണ്. എനിക്ക് 1.8 കിലോമീറ്റർ ഒന്ന് റൈറ്റ് അടിക്കണം. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 കിലോമീറ്റർ ഉള്ളൂ. ഒരു പക്ക ഒരു ബൈക്കിൻ്റെ ആക്സസറീസിൻ്റെ സ്റ്റോറാണ് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ. അവിടെ പോയി നോക്കാം. ബൽക്കിത് പുറകിൽ കൂർക്കം വെച്ച് ഉറങ്ങുന്നുണ്ട്. ഇങ്ങനെ തലയൊക്കെ ബാക്കോട്ടാക്കി നല്ല സുഖത്തിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അവളെ കുറ്റം പറയാൻ പറ്റില്ല, അവൾക്ക് പ്രത്യേകിച്ച് ഒരു പണി എടുക്കാനില്ല. പിന്നെ നല്ല പഴയ മലയാളം പാട്ട് മാപ്പിള പാട്ടെല്ലാം കേട്ട് ഇങ്ങനെ ഉറങ്ങലിന പണി. ഉറങ്ങോ എഴുന്നേക്കോ ഇതന്നെ ഒരു കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ. അപ്പം 900 മീറ്ററിന് എനിക്ക് റൈറ്റ് പോകണം. എനിക്ക് ഇവിടുന്ന് റൈറ്റ് ട്രാക്ക് പിടിക്കട്ടെ. ചൂട് വരാൻ തുടങ്ങി കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ ചൂട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് ഒരു ബിലോ 100 കിലോമീറ്റർ മാത്രമേ സുദീപ്രമോൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്.
ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഓയിൽ വാങ്ങി ബേക്കിൽ ലോഡ് ചെയ്ത് വേറെ എന്തെങ്കിലും എക്സറൈസ് ഉണ്ടോ നോക്കി റേറ്റ് കുറവുണ്ടോ നോക്കിയിട്ട് തീരുമാനിക്കാം. അപ്പം ഹൈവേ നെക്സ്റ്റ് അടിച്ചപ്പോൾ 1.9 കിലോമീറ്റർ മാത്രമേ ഷോപ്പിലേക്കുള്ളൂ. മതി ഗൂഗിൾ അമ്മച്ചി നിർത്തേ. നിങ്ങൾ ലോങ് ഡ്രൈവ് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ വോയിസ് ഓൺ ആക്കിയിട്ടുള്ളൂ. കാരണം റൂട്ട് മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ബ്രേക്ക് പിടിക്കുമ്പോൾ ബൽക്ക് നേരെ എൻ്റെ മേത്തേക്ക് വന്ന് പോകുന്നത്. അവിടെ നമ്മൾ ഇറങ്ങി കേട്ടോ. കാരണം അവിടെ നമുക്ക് സാധനം 1 ലിറ്ററിന് 23 പൗണ്ടാണ്. 1 ലിറ്ററിനാണ്. നമ്മുടെ നാട്ടിൽ മോട്ടുവിൻ്റെ 1 ലിറ്ററിന് ഏകദേശം 1000 റുപ്യ, മാക്സിമം 1100 1200 റേറ്റ്. ഇവിടെ 23 പോകുമ്പോൾ 2800 റുപ്യ. അപ്പോൾ ഞാൻ അതിലേക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണെന്ന് അറിയിക്കുന്നത്. ഇപ്പം നമ്മൾ വേറെ ഷോപ്പിലും കൂടെ നോക്കട്ടെ. പിന്നെ ഓൺലൈനിൽ 53 ഉള്ളൂ 4 ലിറ്ററിന്. 53 4 ലിറ്റർ 1 ലിറ്ററിന് നാട്ടിലത്തെ ഏകദേശം റേറ്റ് വരുന്നുണ്ട് കേട്ടോ, ലിക്കി മോളൊക്കെ. പക്ഷേ ഇത് ഭയങ്കര വിലയായിപ്പോയി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു എക്സ്പെൻസ് ആയിപ്പോയി ഇത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ അടുത്ത ഷോപ്പാണ്. ഇനി 2 പൗണ്ട് 2 പൗണ്ടും ഡോളറും 2 യൂറോൻ്റെ പെട്രോൾ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. 2 3 ഷോപ്പ് കയറി നോക്കാം. റേറ്റ് എവിടെ കുറവെന്നൊക്കെ അവിടെ നോക്കി എടുക്കാമല്ലോ. ഫൈനലി നമുക്ക് സാധനം കിട്ടി കേട്ടോ. നമ്മൾ ആമസോണിൽ നോക്കുമ്പം 53 യൂറോ ആണ്. നേരത്തെ വാങ്ങാൻ പോയെടുത്ത് 1 ലിറ്ററിന് 23 യൂറോ ആണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ പോളോ എന്ന് പറഞ്ഞ ഈ ഷോപ്പിൽ വന്നു ഇവിടുന്ന് വാങ്ങി. ഇവിടെ ലിക്കി മോളിൻ്റെ മെയ്ഡ് ഇൻ ജർമ്മനി. നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ ഭയങ്കര വാല്യൂ അല്ലേ. നമ്മൾ ജർമ്മനിയിൽ വാങ്ങുമ്പം വലിയ മെച്ചൊന്നുമില്ല കേട്ടോ. ഫുള്ളി സിന്തറ്റിക്കാണ്. 4 ലിറ്റർ 39 യൂറോ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ പകുതി റേറ്റ് നമുക്ക് സാധനം കിട്ടും. ലിറ്ററലി പകുതി. അവിടെ ഓൾമോസ്റ്റ് നമുക്കൊരു 70 സംതിങ് ആകുമായിരുന്നേ. 3 12 24 8 അല്ല 92 23 പെർ ലിറ്റർ. അപ്പോൾ 92 നമുക്ക് ആകുമായിരുന്നു. ഇവിടെ നമുക്ക് 30 റുപ്യക്ക് നേരെ പകുതിക്ക് സാധനം കിട്ടി. അതിൽ ഹാപ്പി. നേരെ നമുക്ക് വിടാം. നമ്മളെ യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ചൂടിലേക്കൂടെ പോണത്. ഞാൻ മുന്നേ ഇറാഖിലും അവിടെ ഇവിടെയൊക്കെ നല്ല ചൂടിലേക്കൂടെ പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഫ്രാൻസിലാണെങ്കിൽ തണുപ്പായിരുന്നു, ആംസ്റ്റർഡാമിലെത്തിയപ്പോൾ അവിടെ തണുപ്പായിരുന്നു, ഈ ജർമ്മനീൻ്റെ മേലെ ഭാഗത്തൊക്കെ തണുപ്പായിരുന്നു, ബെൽജിയത്തിൽ തണുപ്പായിരുന്നു. താഴോട്ടേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ഹീറ്റ് വേവ് അടിച്ച് കയറുന്നുണ്ട്, നല്ല ചൂടാവും. ഇപ്പോൾ സമയം 6 മണിയായി. നിങ്ങൾ യൂറോപ്പിലൊക്കെ ഡ്രൈവൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഡ്രൈവ് ടൈം ഏതാ അറിയോ? ഈവനിങ് ഒരു 5 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങുക, ഒരു 10 മണി ഡ്രൈവ് ചെയ്യുക. കറക്റ്റാണ്. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് രാത്രി ഇറങ്ങുന്ന ഫീൽ അവിടെ കിട്ടും. അതല്ലെങ്കിൽ രാവിലെ മുതൽ 6 മണി വരെ ഓടിക്കഴിഞ്ഞാലും വെയിലല്ലാണ്ട് വേറെ ഒന്നും തളർന്നു മഞ്ചും. പിന്നെ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവും, ബോഡി മൊത്തം ഡ്രൈ ആവും നല്ലോണം. ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും നമ്മുടെ ബോഡിയും തമ്മിൽ സെറ്റ് ആവില്ല കേട്ടോ. നമ്മൾ ഓൾവേസ് നമ്മൾ പുറത്തിങ്ങനെ കാറ്റടിച്ച് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതിപ്പോൾ നമ്മൾ ഏതോ ഒരു ഹിൽ സ്റ്റേഷനിൽ പോകുന്നല്ലോ, നാട്ടിൽ മൂന്നാർ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇല്ലേ, ചെറിയ റോഡൊക്കെ ആയിട്ട്. നമുക്ക് ഇവിടുന്ന് 25 കിലോമീറ്ററാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ റോഡ് തന്നെയാണ് മൊത്തം തോന്നുന്നത്. അപ്പോൾ ഹൈവേന്ന് കയറി ഓട്ടോ ബാൻ ഇങ്ങോട്ട് കയറി കുഞ്ഞി റോഡ്. പക്ഷെ നല്ല രസമുണ്ട്. ഇങ്ങനത്തെ റോഡാണ് നമുക്ക് ഇഷ്ടം പോകാൻ. നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഞാൻ ഒറ്റ എൻജോയ് ചെയ്ത് ഇവിടെ കേട്ടോ സ്കോട്ട്ലൻഡിലേക്ക് പോകുമ്പോൾ സ്കോട്ട്ലൻഡിൽ എത്തുന്ന ഒരു 10 കിലോമീറ്റർ ചുറ്റുള്ള റോഡുണ്ട്, മെയിൻ റോഡിൽ ഇങ്ങനെ മാറിയിട്ട്. എന്ത് രസമാണെന്നറിയില്ല ഇവിടെ പോകാൻ. സൂപ്പർ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. കാട്ടുമൂലയാലും എന്താ കാണാൻ നല്ല രസമുണ്ട്. നല്ല വൃത്തി കേട്ടോ ഇവിടെ. അതാണ് നല്ല വൃത്തിയുണ്ട് കാണാൻ. ഒരു കച്ചറോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പട്ടിക്ക വാവ് സൂപ്പർ. ഇത് ഭയങ്കര വില്ലേജ് റോഡാണ്. എന്നുവെച്ചാൽ ഭയങ്കര ചെറിയതും ഒക്കെ ആയിട്ട് ഭയങ്കര വില്ലേജ് റോഡാട്ടോ. എന്താ മണം തരാം, നല്ല പാടത്തിലെ മണമില്ലേ, അതാണ്. നോക്കി എന്ത് ബ്യൂട്ടിഫുൾ നോക്കിയാൽ. ഉറങ്ങിയ പണി ബലിക്കൊക്കെ എഴുന്നേറ്റ് ഇപ്പോൾ മൊബൈൽ എടുത്തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കാഴ്ച കാണാൻ തുടങ്ങിയിട്ട്.
ഈ ഹൈവേസ് ശരിക്കും മടുപ്പാപ്പാ. ഞാനെപ്പോഴും ഡ്രൈവ് പോകും ഇതുപോലെ ഹൈവേ അല്ലാത്ത വഴികൾ ഏതും കാണിച്ചിട്ടുണ്ടാകും. കുറച്ച് 10-50 കൂടുതലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ചെറിയ ചെറിയ സ്ട്രീറ്റുകളുണ്ടാവും. ആ സ്ട്രീറ്റിന് നടുവിൽ കൂടെയാണ് പോകേണ്ടത്. ഓക്കെ, പക്ഷെ വളരെ പതുക്കെ പോകാൻ പറ്റില്ല കേട്ടോ, നമുക്ക് പായിക്കാൻ പറ്റില്ല. ഓ എന്ത് രസം നോക്കിയാ, ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്. പഴയ ബിൽഡിങ്സ് അല്ലേ. ഇതൊരു ചർച്ച കേട്ടോ, ചർച്ചാണ്. കണ്ണവൻ ഫോറസ്റ്റ് കയറി വരുന്നുണ്ട്. നോക്കിയത് നിങ്ങൾ, 2 സൈഡും കാടാണ്, ഒരു കുഞ്ഞു റോഡാണ്. നല്ല തണുപ്പ് അല്ലേ. എവിടെ ഇവിടെ ക്യാമറ വെക്കണമെന്നാ? ഇത്ര ഓടിയിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഈ പ്രകൃതി അടിപൊളി കേട്ടോ. ശരിക്കും ഇവിടെയൊക്കെ താമസിക്കാൻ സെറ്റായിരിക്കും എനിക്ക് തോന്നുന്നത്. ബോറിങ് ലൈഫായിരിക്കും, പക്ഷെ നല്ല വായു, നല്ല വെള്ളം, ടോക്സിക് അല്ലാത്ത ഒരു ഭൂമി. ഞാൻ വെച്ച് ജർമ്മൻ പോലീസാണ്. ഞാൻ ജർമ്മൻ പോലീസ് വെള്ള കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മളെ പൊക്കാൻ വിളിക്കുന്നത്. ബ്രോ അടിപൊളി ഏരിയ ആണല്ലോ ബ്രോ, അടിപൊളി ഏരിയ ആണല്ലോ, ഒരു രക്ഷയില്ലാത്ത നൈസ് ഏരിയ. ഹായ്, ഞങ്ങൾ ഓട്ടോമൊബൈലിൽ വന്ന് മടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ റൂട്ട് കിട്ടിയത്. ഇങ്ങോട്ട് കയറി നോക്കുമ്പോൾ സൂപ്പർ. ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ ഒന്നും പറ്റില്ല, പക്ഷെ പെട്ടെന്ന് ചാടി ജസ്റ്റ് ഡ്രസ്സ് മാറിയിട്ട് പോകുന്നതാ. ഇതൊക്കെ നല്ല ഡ്രസ്സാടാ. ഡ്രസ്സ് ഉള്ളതാണ് ഈ കാലത്ത് ഏറ്റവും നല്ല കാര്യം. നീ മുമ്പിൽ വിട്ടു, ഞാൻ പുറകിലോ. സുദീപ് ബ്രോനെ ഞാൻ അതെല്ലാം വീട്ടിലെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താൻ ആവശ്യമൊന്നുമില്ല, എന്നാലും നമ്മളെ വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കേട്ടോ. എക്സോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, വണ്ടി പ്രാന്തൻ കീജായി. $777 MSP SY. അങ്ങനെ എത്തി ഗായ്സ് 4.3 കിലോമീറ്റർ ആണ്. മൂപ്പര് നമ്മളെ കുറച്ച് മുന്നേ വന്നിട്ട് പൊക്കിയത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഏരിയ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്താ പറയുക, ഞാനങ്ങനെ റൂമിലെത്തി ആദ്യം ചെയ്തത് നമ്മുടെ നവാഫ് ബ്രോ എനിക്ക് ദമ്മാമെന്ന് ഗിഫ്റ്റ് തന്ന ഒരു പെയിൻ ബാമാണ്. ഇതെടുത്തിട്ട് ഇതേ പുറത്ത് വരട്ടും. അതിനുശേഷം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു മസാജ് വെച്ചിരിക്കുന്നത്. ഇതാണ് പണി എല്ലാ ദിവസവും. കാരണം അല്ലെങ്കിൽ നമ്മുടെ നട്ടലും പോകും, നമ്മൾ പുറവും പോകും, എല്ലാം പോകും. ഇന്ന് മൊത്തത്തിൽ 540-550 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടോ. നമ്മൾ അവിടുന്ന് 10:30-11 മണിക്ക് ഇറങ്ങിയതാണ്. ഒരുപാട് സ്റ്റോപ്പൊക്കെ എടുക്കേണ്ടി വന്നു, പണി കിട്ടും. അപ്പം എന്താണ് സുദീപ് ബ്രോ പറയാനുള്ളത്? സന്തോഷം. നാട്ടിൽ നിന്ന് ഇത്രയും ലോങ് ആയിട്ട് ഒരാൾ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഇത്രയും ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് സന്തോഷം. ബസ് എടുത്ത് നമുക്ക് നാട്ടിലേക്ക് വരാം. പിന്നെ തീർച്ചയായിട്ടും ജർമ്മനി ടു കേരള ഒരു ബസ് സർവീസ് ആരംഭിക്കുന്നുണ്ട്. പോകാൻ താല്പര്യമുള്ള ഒരു പേര് കൊടുത്താൽ മതി. നിങ്ങൾക്കില്ലേ, നിങ്ങൾ സീരിയസ് ആയിട്ടാണെങ്കിൽ നിങ്ങളെ ബസ്, ജർമ്മൻ ബസ് ഞാൻ കൊച്ചിയിൽ എത്തിക്കുന്നതാണ് ഞാനായിട്ട്. നിങ്ങൾ ഓടിച്ചാൽ മതി, ഷെയർ മതി, ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ഞാനായിട്ട് എടുത്തു. പുല്ല് പോലെ നമുക്ക് ചൈന വഴി പോയിട്ട് കയറാം. ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, യൂറോപ്പൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് ഓൾ യൂറോപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ ട്രാവൽ ആൻഡ് അതായത് ജർമ്മനിയിൽ നിന്നാണ് നമ്മുടെ കമ്പനി ബേസ് ചെയ്യുന്നത്. അത് ഓൾ യൂറോപ്പിൽ നിന്ന് ടൂറിസ്റ്റ് പല സ്ഥലങ്ങളിലേക്കൊക്കെ സ്റ്റുഡൻസിനെയും എല്ലാവരെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. യൂറോപ്പൺ വീൽസ് എന്നാണ് പേജിന്റെ പേര്. ഗ്രൂപ്പ് റൈഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ വികാലാൻഡിലേക്ക് എക്സ്കർഷൻ പോകുന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കൊച്ചിയിലേക്ക് വികാലാൻഡിലേക്ക് പോകുന്നവരെ നിങ്ങൾക്ക് യൂറോപ്പിൽ എവിടെ പോകണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിലെ സ്റ്റുഡൻസിനാണെങ്കിലും കൊളീഗ്സിനാണെങ്കിലും മറ്റ് ഫ്രണ്ട്സിനാണെങ്കിലും ഗ്രൂപ്പായിട്ട് പോകുകയാണെങ്കിൽ ഇവരുടെ അടുത്ത് വണ്ടി ഉണ്ട്. അതല്ല പറഞ്ഞത്, വണ്ടി വിത്ത് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ, മ്യൂസിക് DJ, കുപ്പി കാര്യങ്ങൾ അതെ. അല്ല അപ്പം റിക്വസ്റ്റ് അതും കിട്ടും കേട്ടോ. അപ്പം പേജിന്റെ പേര് പറഞ്ഞത് യൂറോപ്പൺ വീൽസ്. ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടോ. പേരിന്റെ മീൻ ചെയ്തേക്കുന്നത് യൂറോപ്പൺ വീൽസ്.
പിന്നെ നമ്മൾ ബൈക്കായതുകൊണ്ടാണ് നമ്മുടെ കാറാണെങ്കിൽ നമ്മൾ രണ്ടാളെ പിടിച്ചിട്ട് തന്നെ പെട്രോൾ പൈസ ലാഭിക്കാൻ വേണ്ടി ലിഫ്റ്റ് കൊടുത്തു തരാം 50 മെയിനായിട്ടും ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ബസ് കമ്പനിയാണ് ലിസ്റ്റ് റൈസ് എന്ന് പറഞ്ഞിട്ട് 4.5 വർഷമായിട്ട് ഞാൻ അവിടെ ബസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. 130 മലയാളികളായിട്ട് ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യണ ബസ് കമ്പനിയാണ്. ബസ് കമ്പനി അല്ല, മലയാളികൾ വർക്ക് ചെയ്യണ കമ്പനിയാണ് നമ്മുടെ കമ്പനി. ഒരു വ്ളോഗ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിവിടെ വന്നപ്പം എൻ്റെ പക്ഷേ പറഞ്ഞ കാട്ടുമൂലയാണ്, ടൗണിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ്, പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂലയത്. ഇവിടെ ഒരുപാട് മലയാളികൾ, ഞാൻ വിചാരിച്ചേ ഞാൻ ഇങ്ങനെ ഇത്ര മലയാളികൾ ഇവിടെയാണ്. മലയാളികൾ സാധാരണ ഫ്രാങ്ക്ഫർട്ടിൽ കാണാം, അല്ലെങ്കിൽ ബെർലിനിൽ കാണാം, അല്ലെങ്കിൽ സിറ്റിയിലാണ് അധികം കാണുന്നത്. ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിലെ മലയാളികൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര റെയർ ആട്ടോ. അപ്പോൾ അതിൻ്റെ ഇഷ്ടമൊക്കെ ഞാൻ ചെയ്തെടുക്കട്ടെ. പക്ഷേ ഇതാണ് പുള്ളിയുടെ വീട്. നമുക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കുന്നത്? ബീഫ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കോട്ടയംകാരുടെ സ്വന്തം ഫുഡാണ്, പക്ഷെ പുള്ളി നമ്മൾ കണ്ണൂരാണ്, തളിപ്പറമ്പ് എന്നിട്ടാണ് കപ്പ സെറ്റ്. അപ്പം എന്താ പറയുക, ബൽക്കി റെസ്റ്റ് എടുക്കുന്നുണ്ട്. ബൽക്കി ഫുള്ള് ഡെഡായിന്, ടയർഡായി. അപ്പം നമ്മളങ്ങനെ ആംസ്റ്റർഡാമിൽ നിന്നും 500 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പം ഈ സ്ഥലത്തിൻ്റെ പേരെന്താ, ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് 80 കിലോമീറ്റർ കേട്ടോ. അപ്പം നാളെ നമ്മൾ പരിപാടി, നാളെ ഒന്ന് നമ്മൾ വണ്ടിയുടെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും ചെയ്യണം. നമ്മൾ വാങ്ങിയ ഓയിൽ അവിടെ ഉണ്ട്, നാളെ ചേഞ്ച് ചെയ്യണം. പിന്നെ അത് ചെയ്യും. അതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സർവീസിൻ്റെ കണ്ടന്റ് നമുക്കൊന്നും ചെയ്യാം, അതിന് കൂടുതൽ നമുക്ക് ബസ് സർവീസിൻ്റെ കണ്ടന്റ് കൂടെ നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഈ വില്ലേജുമായി ബന്ധപ്പെട്ടുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം വില്ലേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് അതൊക്കെ നമുക്ക് പോയിരുന്ന് കാണും കേട്ടോ. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോസിനാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം.